ചേരുന്നുണ്ട്. അഷ്കർ അലി, PV അൻവർ രാജിക്കൊരുങ്ങുകയാണ്. നാളത്തെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊപ്പമുള്ള പ്രവർത്തകർക്കൊക്കെ വ്യക്തമായി തന്നെ അറിയാം. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ തിരുവനന്തപുരത്ത് ഒരു വാർത്താ സമ്മേളനം PV അൻവർ നടത്തില്ല എന്നതും വെച്ച് നോക്കുമ്പോൾ രാജിപ്രഖ്യാപനം തന്നെ ആയിരിക്കില്ലേ നാളത്തെ അജണ്ട? സുജ, PV അൻവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ തന്നെ പറയുന്നത് ഒരു നിർണായക ചില കാര്യങ്ങൾ പറയാനുണ്ട്, പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു വാർത്താ സമ്മേളനം നാളെ 9 മണിയോടെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുമെന്നുള്ളതാണ് PV അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ അതിൻ്റെ ഗൗരവം ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള കോർഡിനേറ്ററായി ചുമതലയേറ്റ് കൊൽക്കത്തയിൽ പോയി മടങ്ങി വരുന്ന ആദ്യമായി കേരളത്തിലെത്തുമ്പോൾ തന്നെ PV അൻവർ അത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ അതിൽ ചില നിർണായകമായ സൂചനകളുണ്ടായിരുന്നു. ആ സൂചനകൾ PV അൻവറിന്റെ രാജി എന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അൻവറിന്റെ കൂടെയുള്ള കേന്ദ്രങ്ങളൊക്കെ തന്നെ ആ കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നമ്മളോട് വ്യക്തിപരമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ PV അൻവർ രാജി പ്രഖ്യാപിക്കാൻ പോകുന്നു. നിലമ്പൂരിലെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി അംഗത്വം ഔദ്യോഗികമായി തന്നെ സ്വീകരിക്കാൻ പോകുന്നു എന്നതാണ്. നിലവിൽ PV അൻവർ കേരളത്തിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്റർ എന്ന പദവി മാത്രമാണ് സ്വീകരിച്ചിരുന്നത്. മറിച്ച് അതിൽ അംഗത്വം സ്വീകരിക്കാൻ അൻവർ തയ്യാറായിരുന്നില്ല. കാരണം അത്തരത്തിൽ അംഗത്വം സ്വീകരിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ സ്വതന്ത്ര MLA ആയി വിജയിച്ചിട്ടുള്ള PV അൻവറിന്റെ MLA സ്ഥാനത്തിന്റെ അയോഗ്യത കൽപ്പിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അത്തരമൊരു നീക്കം. പക്ഷേ ഇന്ന് PV അൻവർ മമതാ ബാനർജിയുമായി നടത്തിയ നിർണായകമായ തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ടുള്ള മമതാ ബാനർജിയുമായി നടത്തിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിന്നീട് തീരുമാനം മാറ്റുന്നത്. ഓൺലൈൻ ആയിട്ടായിരുന്നു ഏകദേശം 40 മിനിറ്റോളം സമയം സൂം വഴിക്കൊണ്ട് PV അൻവറും മമതാ ബാനർജിയും തമ്മിൽ ചർച്ച നടത്തിയത്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ള നിലപാടിലേക്ക് PV അൻവർ എത്തിയത്. അത്തരമൊരു നിർദ്ദേശം മമതാ ബാനർജി നൽകുകയും ചെയ്തിരുന്നു. സ്വതന്ത്രനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് പാർട്ടി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് എന്ന് മമതാ ബാനർജി PV അൻവറിന് നിർദ്ദേശിക്കുകയും ചെയ്തു. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് PV അൻവർ രാജിവെക്കാനുള്ള സന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത്. അതിനോടൊപ്പം തന്നെ ഇനി അഥവാ രാജിവെച്ചുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ രാഷ്ട്രീയമായി നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ പോലും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പോലും വഴിയാധാരമാകില്ല എന്നും കൃത്യമായി അക്കമഡേറ്റ് ചെയ്യാം, PV അൻവർ വഴിയാധാരമാകാതെ തന്നെ സംരക്ഷിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കൂടി തൃണമൂൽ കോൺഗ്രസിൽ നിന്നും PV അൻവർ ലഭിച്ചിട്ടുണ്ട്. അത് രാജ്യസഭാ സീറ്റുകളായിരിക്കുമെന്നുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടപ്പെടുന്നത്. അതിന് പ്രത്യേകിച്ച് 4 മാസത്തിനകം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വരുന്നുണ്ട്. ആ രാജ്യസഭാ സീറ്റിലേക്ക് തുടരുക. നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകാം. റോഷിപാൽ നമുക്ക് പോകുന്നുണ്ട്. റോഷിപാൽ, PV അൻവറുമായി അവസാനം സംസാരിച്ചപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള വരവ് അത് നിയമസഭയോട് ബൈ പറയാനാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ PV അൻവർ മമതാ ബാനർജിയുമായി എല്ലാ കാര്യങ്ങളിലും ഒരു ധാരണയിലെത്തി എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഇതെങ്ങനെയായിരിക്കും LDFും UDFും നോക്കിക്കാണുക? സുജയ, PV അൻവർ MLA സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനമെടുത്താണ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ തിരുവനന്തപുരത്ത് എത്തുന്ന അൻവർ നിയമസഭാ സ്പീക്കർക്ക് രാജിക്കത്ത് സമർപ്പിക്കാനാണ് സാധ്യത. ഏതായാലും TMC നേതാവ് മമതാ ബാനർജിയുമായുള്ള ആശയവിനിമയത്തിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് PV അൻവർ എത്തുന്നത്. ഒറ്റയ്ക്ക് പോരാട്ടത്തിന് ഇറങ്ങാനുള്ള തീരുമാനമാണ് PV അൻവർ എടുത്തിരിക്കുന്നത്. ഏറ്റവും നിർണായക നീക്കമെന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം UDFിൻ്റെ പിന്തുണയോടെ UDFിലേക്ക് ചേക്കാറാനുള്ള നീക്കം അൻവർ നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടതോടെയാണ് TMC വഴി നിയമസഭയിലേക്ക് വീണ്ടും എത്താനുള്ള ശ്രമം. TMCയുടെ സ്ഥാനാർത്ഥിയായി തന്നെ PV അൻവർ രാജിവെച്ചു കഴിഞ്ഞാൽ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മമതാ ബാനർജി അത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ PV അൻവറിന് നൽകിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ നിലവിലുള്ള പദ്ധതികൾ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ രാജ്യസഭാ സീറ്റിലൂടെ അത് രാജ്യസഭയിലേക്ക് എത്തിക്കാനുള്ള നീക്കവും പാർലമെന്റിലേക്ക് PV അൻവറിനെ എത്തിക്കാനുള്ള തീരുമാനവും TMC എടുത്തു കഴിഞ്ഞു എന്ന വിവരങ്ങളാണ്. മാത്രമല്ല, 3 സംസ്ഥാനങ്ങൾ, സൗത്ത് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളുടെ ചുമതല, അവിടെ പാർട്ടി കെട്ടിപ്പടുക്കാനുള്ള ചുമതല കൂടി PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഏൽപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഏറ്റെടുത്ത് നേതാക്കളുടെ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ചും കോൺഗ്രസിനോട് കൈപിടിക്കാനുള്ള നീക്കങ്ങൾ, അതിനിടയിലാണല്ലോ മമതാ ബാനർജിയുമായി ചേർന്നുള്ള തൃണമൂലിന്റെ തണലിലേക്ക് അൻവർ എത്തുന്നത്. അത് കേരളം മാത്രമല്ല, ദക്ഷിണേന്ത്യ ആകെ അൻവറിനെ ഏൽപ്പിക്കാൻ മമതാ ബാനർജി തീരുമാനിച്ചെങ്കിൽ അതൊരു വലിയ പടയായി മാറുന്നതിനെ എങ്ങനെയാണ് LDFും UDFും നോക്കിക്കാണുന്നത്? UDFിലേക്ക് തൃണമൂൽ വഴി ഒരു പാലം ഇടുകയാണോ PV അൻവർ? അതൊക്കെ അറിയണം. റോഷിപാൽ